ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ അതിഥിയെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. ഇതാണ് ആ പുതിയ അതിഥി, നീല. നിങ്ങളെ കണ്ടത് ഞങ്ങളെ നീലമോളെ പ്രസവിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ടുവരുന്ന ചടങ്ങായിരുന്നു. ഇന്നേക്ക് ഞങ്ങളുടെ മോള് വീട്ടിലേക്ക് വന്നിട്ട് 1 വർഷമായി. അതായത് ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാരും കൂടിയേക്കട്ടെ. ഞങ്ങളാണെങ്കിൽ തലേ ദിവസം തന്നെ വീട്ടിൽ വന്നേക്കുക. വീട്ടിലാണെങ്കിൽ നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് എല്ലാരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഫുഡിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്. കുറച്ചുപേരാണെങ്കിൽ തകൃതിയായിട്ട് ഉള്ളി എരിഞ്ഞുകൊണ്ടിരിക്കുക. മറ്റവരാണെങ്കിൽ ഇവരെ ഉള്ളി എരിയാൻ വേണ്ടി നന്നായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുപേരാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഹായ് മമ്മി, എന്താണ് കുക്ക് ചെയ്യുന്നത്? ചിക്കൻ. അമ്മയുടെ സ്പെഷ്യലാണോ മാമിയുടെ സ്പെഷ്യലാണോ? രണ്ടാളെ സ്പെഷ്യൽ. രണ്ടാളും കൂടിയിട്ട് ഈ ഒരു ചിക്കനെ വെക്കുന്നുള്ളൂ? ചിക്കൻ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്. വെള്ളം പോലെയാണല്ലോ ചിക്കനൊക്കെ. ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഷെഫ്. നോക്കുമ്പോഴാണെങ്കിൽ മൂലക്ക് ഇരുന്ന് ആരോ കണ്ണീർ ഒലിപ്പിച്ചോണ്ടിരിക്കുക. എന്താന്ന് ചോദിച്ചാലോ, ഇങ്ങോട്ടൊക്കെ എന്താ പറ്റിയേ? അങ്ങനെ കിച്ചൺ സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴാണ് ദേ ചപ്പാത്തിയും ചിക്കൻ ഉണ്ടാക്കിയ ടീമൊക്കെ ഇവിടെ നിന്ന് കുട്ടിയെ കളിപ്പിച്ചോണ്ടിരിക്കുക. അപ്പക്കാരൊക്കെ ആവുന്ന സമയത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ തലേന്നേ കൊടുക്കുമല്ലോ. ദേ അതൊക്കെയാണ് ഇവിടെ നിർത്തി വെച്ചേക്കുന്നത്. ഇതിനിടെ കൂടെ ഇവിടെ ഒരു കാര്യം നടക്കുന്നത്. ദേ നമ്മുടെ നീലൂട്ടം വന്നിട്ട് കൊച്ചിന് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് എനിക്കില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. ഷർണീച്ച് ഇങ്ങോട്ടൊക്കെ. അവസാനം നമ്മുടെ ചങ്ങായിക്ക് ഒന്നും കിട്ടാതെ വന്നപ്പോ നിലക്ക് കിട്ടിയ കുപ്പായങ്ങളൊക്കെ എനിക്ക് കയറുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് കയറ്റിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ചങ്ങായി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. ഇടാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും മനസ്സിലാവുന്നില്ല ഏത് കൂടെ ഇടണം. അതുകൊണ്ട് തന്നെ എന്റെ ട്രൈപോഡ് എടുത്ത് ആളത് കയ്യിലാക്കിയിട്ടുണ്ട്. ഇനി അന്ന് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് പല കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലേ, കാരണം നിങ്ങൾക്ക് എന്റെ ഫാമിലിനെ അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇതാണ് എന്റെ അമ്മ. അമ്മേ, ഇന്നെന്താ ഇവിടെ പരിപാടി? എന്റെ ആങ്ങളയുടെ മോളെ പിറന്നാളാണ്, രണ്ടാമത്തെ. അപ്പൊ ബർത്ത്ഡേ എൻജോയ് ചെയ്യല്ലേ? ഇതാരാ? ഇതാണ് എന്റെ ഗ്രാൻഡ് അമ്മമ്മ, അമ്മയുടെ അമ്മ. അപ്പൊ എന്റെ ആരാ? മുത്തശ്ശി. ഓക്കെ, അമ്മയുടെ ആങ്ങളേനെ പരിചയപ്പെടുത്തരോ? ആരാ? അവന് പനിയായിട്ട് കിടക്കുക. ഹലോ, കൊച്ചിന്റെ അച്ഛനാണോ? കൊച്ചിന്റെ ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? അടിച്ചുപൊളി തന്നെ. നാളത്തേക്ക് ഭാര്യ എന്തേ? ആരാ? ഹലോ, ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? ഇതാണോ കൊച്ച്? നോക്കൂ, ഒരു കൊച്ചു മാത്രമാണോ ഉള്ളോ? ഹലോ ഹലോ, എന്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കേ. അമ്മേ, ഈ വീട്ടില് കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്താവോ? ഇതാണ് എന്റെ ഒരേ ഒരു അനിയത്തി. നല്ല സ്നേഹത്തിലാണോ? വേക്കെന്നാരാ എത്തി നോക്കണേ? പുറകിലാരാ? ഇതാരിത്? ഓക്കെ, അതാരാ? ആരാ ഈ ശരണ്യ? ഓക്കെ, ഹായ് ആന്റി. അമ്മ ഇതാരാ? മാമിയാണോ? ഹായ് മാമി. ബർത്ത്ഡേ ആയിട്ട് എന്താ വിശേഷം? അടിച്ചു പൊളിക്കാൻ തന്നെയാണോ പോണേ? അമ്മ ഇതാരാ? ഇത് എന്റെ ആങ്ങളെന്റെ ഭാര്യന്റെ ആങ്ങള. അപ്പൊ അളിയനാണോ? ഞാൻ അളിയനല്ല. ഹായ് ചേട്ടാ, സുഖാണോ? അമ്മ ഇതാരാ? ഇതാണ് അളയമ്മേന്റെ ഭർത്താവ്, അപ്പൻ. ആപ്പൻ. ഹായ് അപ്പ, ഭക്ഷണം കഴിക്കുകയാണോ? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? അമ്മ ഇതാരാ? അതാണ് എന്റെ ആങ്ങളെന്റെ ഭാര്യന്റെ അച്ഛൻ. ഹായ് അങ്കിൾ, ഭക്ഷണം കഴിക്കുകയാണോ? നാളെ ബർത്ത്ഡേ ആയിട്ട് അടിച്ചു പൊളിക്കുമല്ലേ? അപ്പൊ നാളെ കാണാം കേട്ടോ. അമ്മ ഇതാരാ? ഇതാണ് എന്റെ ഒരേ ഒരു അമ്മേന്റെ അനിയത്തി, ഇളയമ്മ. ഹായ് ആന്റി. ഇവരുടെ മോന്റെ കുട്ടീനെ അത് പറഞ്ഞ ഇവരുടെ വീട്ടിലെ നമ്മള് വിസിറ്റ് വന്നു. ഇവരുടെ വീട്ടിലാണോ നമ്മളിപ്പോ നിക്കണേ? അതെ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ ആന്റി?
ഇല്ല കഴിക്കാൻ വന്നു. നാളെ ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? അടിച്ചുപൊളി അടിച്ചുപൊളി തന്നെ. അപ്പൊ നമുക്ക് നാളെ ബർത്ത്ഡേ കാണാം അല്ലേ? അങ്ങനെ ബർത്ത്ഡേയുടെ ദിവസം രാവിലെ എണീച്ച് വന്ന് റൂം നോക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ. ബർത്ത്ഡേക്ക് സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ബലൂൺസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൾക്കാരൊക്കെ റെഡിയാണ്, പിള്ളേരൊക്കെ സെറ്റാണ്, എല്ലാവരും എക്സൈറ്റഡ് ആണ്. സോ നമുക്കിനി പുറത്തത്തെ അവസ്ഥയും കൂടെ കാണാം. എന്നാ പിന്നെ അവിടെ എന്താ വിളമ്പാനുള്ളതെന്ന് ഓർത്തുമ്പോൾ എനിക്ക് ആദ്യം പായസം കിട്ടിയേക്കണേ. അപ്പം ഞാൻ എല്ലാവർക്കും രണ്ടാമത് പായസം കൊടുക്കുമായിരുന്നു സ്നേഹത്തോടെ. പിന്നെ നോക്കുമ്പോഴാണ് എനിക്ക് ബിരിയാണിയുടെ ചെമ്പും കൂടെ കിട്ടി. രാത്രിയായപ്പോ എല്ലാരും അങ്ങ് ആവേശത്തിന്റെ മൂടായി. അതുകൊണ്ട് തന്നെ വീടൊക്കെ അടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാരും തന്നെ ഡ്രസ്സ് മാറ്റി അടിപൊളിയായിട്ട് ഞാൻ സാരി ഉടുത്തിട്ട് വന്നിട്ടുണ്ട്.
ഗൈസ്.